ഡി പെണ്ണേ, ഡി പെണ്ണേ, എന്തോ പറയാനാ. ഡി പെണ്ണേ, കുറെ പട്ടികൾ കിടക്കുന്നു, എന്തോ ചെയ്യാനാ, കേറാനും പറ്റത്തില്ല. എടി പെണ്ണേ, ചിഞ്ചുവേ, എടി ചിഞ്ചു, എന്തോ പറയാനാ. ഈ പട്ടി എടുത്തിട്ട് കടിക്കുവോന്നും ആർക്കറിയാം. ചിഞ്ചുവേ, ഇത് ആരെ കിടന്ന് വിളിച്ചു കാറുന്ന്? ആ ചേച്ചി എന്താ ചേച്ചി വന്നേ? ഇപ്പൊ എന്താ വന്നേന്നാ? ഇല്ല, കൊള്ളാം, നല്ല ആളാ. എന്താ ചേച്ചി വന്നേ? അത് കൊള്ളാം. ഇപ്പൊ എന്താ വന്നേന്നായി. എടി പെണ്ണെ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന ഒരു കല്യാണക്കുറി വെച്ചിട്ട് പോയി. അന്നേരോ ചേച്ചിയാണോ പറയാൻ പോലും സമ്മതിക്കത്തില്ലല്ലോ. കല്യാണക്കുറി വെച്ചിട്ട് പോയി. പട്ടി കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ആ ഒരു കമ്പുമായിട്ടാ വന്നത്. ഇന്ന് നീ ഉള്ളത് കൊണ്ട് ഒരു പട്ടിക്കും കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട. പിന്നെ എന്താ നീ കല്യാണത്തിന് വരാഞ്ഞേ? ഫംഗ്ഷന് നീ വന്നില്ല, എന്നാ ഇന്നലെ കല്യാണത്തിനെങ്കിലും വരുമെന്ന് ഞാൻ കരുതി. കല്യാണത്തിനും വന്നില്ല. ഇന്നാ പിടി, ഞാൻ നിനക്ക് അത് ഫംഗ്ഷന്റെ കാപ്പിയുടെ സാധനമാ. ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നിയാ. നിന്നെയൊക്കെ പ്രതിയാ ഞാൻ ഉണ്ടാക്കി വെച്ചത്. നീ കല്യാണത്തിനേ അത് ചേച്ചി ഞാൻ അറിഞ്ഞില്ല. അത് ചേച്ചിയുടെ കല്യാണമാ. ചേച്ചി കൊണ്ടുവന്ന് എഴുത്താന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിങ്ങനെ വന്നപ്പോ അവിടെ മരത്തിൽ ഒരു എഴുത്തിരിക്കുന്നുണ്ട്. ഞാനത് എടുത്ത്. പക്ഷെ അത് ചേച്ചിയുടെയാന്ന് എനിക്ക് മനസ്സിലായില്ല. നീ മലയാളം പഠിച്ചിട്ടുണ്ടോ? എനിക്ക് മലയാളമൊക്കെ അറിയാമോ? എഴുത്ത് വായിച്ചു നോക്കിയോ? ഞാൻ വായിച്ചു നോക്കി. പക്ഷെ ചേച്ചി അത് ചേച്ചിയുടെയാന്ന് എനിക്ക് അതിനകത്ത് ഇല്ലല്ലോ. അത് ചേച്ചി എനിക്ക് മനസ്സിലായില്ല അത് ചേച്ചിയുടെ ആണെന്ന്. ഇപ്പൊ ഇനി കല്യാണത്തിന് വരാൻ പാങ്ങില്ല. പറയുന്നേ കേറിപ്പോ. ഇന്നാ നാരങ്ങ പിടി. ചേച്ചി അത് ഞാൻ കല്യാണത്തിന് വരാൻ ഞാൻ എഴുത്തിനകത്ത് ചേച്ചിയുടെ കല്യാണമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ചേച്ചിയുടെ ഒരു അഡ്രസ്സും ഇല്ല, ഫോൺ നമ്പരും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ചേച്ചിയുടെ കല്യാണം? വള്ളിക്കുടത്തി പോയിട്ടും പഠിച്ചിട്ടും ഒന്നും ഇല്ലയോ? എന്തോ പറയാനാന്ന് പറ. ഞാൻ നിനക്കുള്ള പാലുകാച്ചിന് വന്ന് രൂപ 1000 തന്നെയാണോടി? എന്നാ അത് തിരിച്ചു കൊടുക്കാൻ മുമ്പേ പഠിക്കണം. വാങ്ങിച്ചാ പോരാ, കൊടുക്കാൻ പഠിക്കണം. പറഞ്ഞ മനസ്സിലായോ? നാട്ടുകാരോടൊക്കെ ചോദിച്ചു നോക്കെ, ഞാൻ ആർക്കെങ്കിലും ഇതുവരെ വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഞാനിനി നാട്ടിലല്ല ഇറങ്ങി വല്ല വാങ്ങിച്ചാ പോന്ന് തിരക്കാൻ പോകുമല്ലയോ. ചേച്ചി നാരങ്ങ പിടി എന്ന് പറഞ്ഞോണ്ടിരുന്ന ചേച്ചി, ഞാൻ ചേച്ചിയുടെ കല്യാണം എഴുത്താന്ന് അറിഞ്ഞില്ല. ചേച്ചി എവിടെ കല്യാണം പറയാൻ വന്നേന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ മലയാളം അക്ഷരം അല്ലയോടി? ചേച്ചി മലയാളം അക്ഷരോ? പക്ഷെ ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കല്യാണത്തിന് ഞാൻ എങ്ങനെ ചേച്ചി വരുന്നേ? അതെന്തുവാടി, നീ ഇന്നലെ ഇങ്ങോട്ട് ജനിച്ചയാണോ? ഇന്നലത്തെ കല്യാണത്തിന് വരാതെ ഇന്ന് നീ ജനിച്ച് ഇത്രയും ആയോടി അങ്ങ്? എടി, കാശ് തരാൻ പോക്കില്ലെങ്കിൽ നീ അത് പറയടി. ചേച്ചി ആരോടേലും ചോദിച്ചു നോക്കിയിട്ട് ഞാൻ ഇതുവരെ മേടിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുള്ളവളാണോന്ന് ചേച്ചി എന്തൊരു വർത്താനം അങ്ങനെ പറയുന്നേ? എനിക്ക് ഈ നാട്ടിലിറങ്ങി ആരോടും ചോദിക്കണ്ട, നിന്നോട് മാത്രം ചോദിക്കാനാ ഞാൻ വന്നത്. എന്താന്ന് വെച്ചാൽ നിനക്കുള്ള വീട്ടിലടി ഞാൻ കൊണ്ടു തന്നത്. 10 വർഷം മുമ്പ് രൂപ 1000 എടുത്ത് പുളിങ്കുരു പോലെ കൊണ്ടു തന്നേ അടി. പോയി കാശെടുത്തു അടി, കളിയെടുത്തിരിക്കാതെ. ചേച്ചി ഞാൻ ചേച്ചിക്ക് പൈസ തരാം. പക്ഷെ അത് ചേച്ചിയുടെ കല്യാണം എഴുത്താന്ന് എനിക്ക് അറിഞ്ഞില്ല. പിന്നെ തന്നെ ഇവിടെ ഇരുന്ന കല്യാണ എഴുത്തിനാന്ന് അന്ന് കല്യാണം വരാനാണെങ്കിൽ ഞാൻ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. ചേച്ചി എന്തൊരു വർത്താനാ പറയുന്നത്? നാട്ടുകാരൊക്കെ കേൾക്കത്തില്ല ചേച്ചി. എനിക്ക് എന്തൊരു നാണക്കേടാന്നറിയാവോ ഇത്? നീ നാരങ്ങ പിടിയടി, എനിക്ക് പൈസ എടുത്തോണ്ട് അടി ഇങ്ങോട്ട്. കാപ്പിയും പിടി എടുത്തോണ്ട് അടി. പോയി ചേച്ചി അത് പോയി എടുത്തോണ്ട് വരാൻ. എന്റെ അടുത്ത് ഒരു ചേച്ചി എന്തൊരു പണിയാ കാണിച്ചേ ചേച്ചിക്ക് അറിയാവോ? ചേച്ചി ആ എഴുത്ത് കണ്ടു കഴിയുമ്പോ ചേച്ചി പറഞ്ഞ എല്ലാം തിരിച്ചെടുക്കോ? എന്നെ അടിക്കാൻ വരുന്ന എന്തിനാ ചേച്ചി? ചേച്ചിയുടെ ചേച്ചി 1500 രൂപ വേണേലും തരും. എനിക്കധികമൊന്നും വേണ്ട, എനിക്ക് ഒരു പൈസ അധികം വേണ്ട. നിനക്ക് 1000 തരാൻ പോക്കില്ലാത്ത വലിയ 1500 ഉള്ള എടുത്തോണ്ട് വരുന്നത്. പോയി എടുത്തോണ്ട് അടി. ചേച്ചി ഇതൊന്ന് പിടി. ചേച്ചിയുടെ സാധനമൊക്കെ ഞാൻ വെച്ചോളാം. ചേച്ചി പൈസ തരുമ്പോ എനിക്ക് തന്നാ മതി. ഇത് ചേച്ചി പിടി. ഞാൻ ചേച്ചിയെ കൊണ്ടുവന്നല്ലേ ഇപ്പൊ കൊണ്ടുവരാം. എടുത്തോണ്ട് വാടി. ആനിച്ചാ കൊടുക്കാത്ത ജാതികള് പോന്നു. കണ്ടില്ല കയറി പോന്ന പോക്ക്. മേടിച്ചാ കോക്കാൻ പഠിക്കണം ഓടി, പിന്നെ മേടിക്കണം. ചേച്ചി ഈ എഴുത്തല്ലേ കൊണ്ടുവന്നു വെച്ചേ? ചേച്ചി ഈ എഴുത്തല്ലേ ഈ മരത്തെ കെട്ടി വെച്ചിരുന്നേ? ഈ എഴുത്ത് എനിക്ക് അന്ന് തന്നെ കിട്ടി. പക്ഷെ ഈ എഴുത്തും പ്രകാരം ഞാൻ എങ്ങനെ കല്യാണത്തിന് വരും? നടന്നു വരണോ? വലിയ വണ്ടിയെ വരണോ?
ചേച്ചി വണ്ടിയിൽ നടന്നു നോക്കിയാ വരുന്നേ. പക്ഷെ ഈ എഴുത്തും പ്രകാരം ഞാൻ എങ്ങനെ വരും? ഇതിനകത്ത് നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പറയുന്ന ആൾക്കാരെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പോരാത്തതിന് ഈ അഡ്രസ്സിൽ ഞാൻ വരണമെങ്കിൽ ഞാൻ ഒരു ചേച്ചി പറയുന്ന ഈ സമയത്ത് ഞാൻ വരണമെങ്കിൽ ഞാൻ എത്രയോ കാലത്തിന് മുമ്പേ എന്റെ അമ്മയുടെ വയറ്റിൽ ജനിക്കണമായിരുന്നു. അതെന്തുവാടി അങ്ങനെ ഒരു കല്യാണം എഴുത്ത്? ചേച്ചിക്ക് അറിയാവോ? ചേച്ചി തന്നെ എഴുത്ത് താണ്ട കണ്ടോ? പൊട്ടിച്ചു വൈരടി, വൈരടി പൊട്ടിച്ചങ്ങോട്ട് വൈരടി. എനിക്ക് വായിക്കാനൊക്കെ അറിയാം, ചേച്ചിക്ക് വായിക്കാൻ അറിയാവോ? ഇതിനകത്ത് ആരെ കുത്തി കയറ്റി വെച്ചേക്കുന്ന ഇതൊക്കെ? ഇതല്ലേ ചേച്ചിയുടെ എഴുത്ത്? ഇതിനകത്ത് എഴുത്തുണ്ട്. താണ്ടെ ചേച്ചി കൊണ്ടുവന്ന എഴുത്ത് ഇതാ. ചേച്ചിക്ക് വായിക്കാൻ അറിയാല്ലേ? ചേച്ചി എന്നെ ഇത്രയൊക്കെ പറഞ്ഞല്ലേ? ചേച്ചി ഇതൊന്ന് വായിച്ചേ. ചേച്ചിക്ക് വായിക്കാൻ അറിയാവോ? ചേച്ചി കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് ഞാൻ വായിക്കട്ടോ എന്നാ? ഞാൻ വായിക്കട്ടോ? മാന്യരെ, ഞങ്ങളുടെ മകൾ നാഗമ്മ വിവാഹിതയാവുകയാണ്. 1986 മാർച്ച് 28 ചേച്ചി, ഞാൻ ജനിച്ചത് 1988 മനസ്സിലായോ? ചേച്ചി എന്നെ ഇത്രയും ആശയം പറഞ്ഞല്ലേ ചേച്ചി? ഞാൻ മേടിച്ചാ കൊടുക്കാത്തവളല്ല. ചേച്ചിക്ക് അറിയാവോ? ഈ നാട്ടുകാരൊക്കെ എന്നെ കുറിച്ച് എന്തോ വിചാരിച്ചു കാണും. കണ്ടോ 84 ചേച്ചി, ഞാൻ 1900 ചേച്ചി എന്നോട് പറഞ്ഞല്ലേ ചേച്ചി? ഞാൻ ഇന്നലെ പൊട്ടി വീടൊന്നും അല്ല. ഞാൻ 86 ജനിച്ചിട്ടില്ലായിരുന്നു. ഈ കല്യാണത്തിന് വന്നേനെ ഞാൻ ജനിച്ചായിരുന്നെങ്കിൽ. മോളെ, ഇത് ഒരബദ്ധം പറ്റിപ്പോയി. ഈ എഴുത്ത് ഞാൻ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതേ മാതൃകയിലുള്ള ഒരു എഴുത്ത് അടിച്ചു തരണേന്നാ. ഈ കവറിനകത്ത് അവൻ അതെടുത്തിട്ടെന്ന് ഞാൻ അറിയുന്നു. മോളെ പോട്ടെ, നീ ഇനി എനിക്ക് പൈസ തരണ്ട കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വേണ്ട, എന്റെ ഒരു പെങ്കൊച്ചിനെ അല്ലയോ ഞാൻ അയച്ചു. അതിന്റെ എന്തോലും ഒരാവശ്യം വരുമ്പോ മോളെ കൊണ്ട് തന്നാ മതി. മോടെ പൈസ ഒന്നും വേണ്ട. മോളെ സോറി കേട്ടോ. ചേച്ചി ചായ ഇട്ട് വരാം. നിന്റെ ചായ ഒരു ചായയെങ്കിലും ഞാൻ പറഞ്ഞതങ്ങ് പോട്ടെ മോളെ. സാരമില്ലേ ചേച്ചി, ചായ കുടിച്ചിട്ട് എന്തോ പറയാനാ. ഇതാ എന്നാ ചേച്ചി ചായ കുടി. മോളെ, എനിക്ക് കുറച്ച് മതിയടി. കപ്പില മതിയോ? കപ്പില മതി. അത് കുറച്ചേ ഉള്ളൂ. അത് മതി എനിക്ക്. ഞാനങ്ങ് വിഷമിച്ചു മോളെ. വാ ഇവിടെ ഇരി. മുന്നേ ഞാൻ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞില്ലയോ? എന്നാലും ചേച്ചി ഇങ്ങനൊന്നും ആരോടും പറയരുത് കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആരുടെയും കല്യാണത്തിന് പാതിരിക്കത്തില്ല ചേച്ചി. ചേച്ചിയുടെ ആ എഴുത്തെടുത്ത് നോക്കിയപ്പോ ആ 1986 എന്നുള്ള ഡേറ്റ് കണ്ടപ്പോ എനിക്ക് ആളെ പോലും അറിയാൻ പറ്റാതായിപ്പോയി. ഒന്ന് വിളിച്ചു തിരക്കാൻ അതിനകത്തൊരു ഫോൺ നമ്പർ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടായി ചേച്ചി. എനിക്ക് ആൾക്കാരൊക്കെ കേട്ടതിൽ ഒരു വിഷമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ചേച്ചിയോട് പരിഭവമൊന്നും ഇല്ല ചേച്ചി. അത് മോളെ, എന്നാലും ചേച്ചി ഇത്രയൊന്നും പറയരുത് ആരെയും കേട്ടോ. അത് മോളെ, എന്റെ വിഷമം കൊണ്ടാ. നീ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഒരുപാട് പേരിങ്ങനെ വരാതിരുന്നപ്പോഴേ എനിക്കങ്ങ് വിഷമമായി. ചേച്ചി ചായ കുടി. ഞാനിങ്ങനെ വന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടും അല്ലടി. എനിക്ക് ഭയങ്കര ബാധ്യതയുണ്ട്. സ്വർണ്ണക്കടക്കാരൻ വന്നിട്ട് പോയി. ചേച്ചി കരയാതിരിക്കേ ചേച്ചി. ഞാൻ പിന്നെ ഒരാഴ്ചയുടെ അവധി പറഞ്ഞേക്കുവാ. ചേച്ചി കരയാതിരിക്കേ ചേച്ചി. നമ്മളൊരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുന്നതിന്റെ പാടൊക്കെ എനിക്കറിയാം. ബാധ്യതകളൊക്കെ ഉണ്ടാവും. ചേച്ചി വിഷമിക്കാതിരിക്കും. ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ഒരാളല്ലേ ചേച്ചി. അറിയാത്തോണ്ട് പറ്റിയതാ. നിന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നേ ഓടി വന്ന് എന്നെ അടിക്കത്തില്ലായിരുന്നോ? ഇല്ല ചേച്ചി, ചേച്ചിയെ ഒന്നും ചെയ്യത്തില്ല. ചേച്ചി ഒന്നും ചെയ്യത്തില്ല. പക്ഷെ എന്നെ വഴക്ക് പറഞ്ഞേ. പുള്ളി ഇത്തിരി അവിവേകിയാ ചേച്ചി. എന്തായാലും എന്റെ ഭാഗ്യം കൊണ്ട് ചേച്ചി ഇവിടെ വന്ന സമയത്ത് പുള്ളി ഇവിടെ ഇല്ലെങ്കിൽ പുള്ളി ഈ എഴുത്തൊന്നും പുള്ളി കാണാൻ നിൽക്കത്തില്ലായിരുന്നു. പുള്ളി എന്നെ അടിച്ചേനെയായിരുന്നു. പിന്നെ മോളൊരു കാര്യം ചെയ്യുവോ? ഈ മാല ഇങ്ങോട്ടൊന്ന് തരുവോ? എനിക്ക് പണയം വെക്കാൻ. എനിക്ക് ഒരു 60 ദിവസത്തേക്ക് മതി. ഞാനിനി എടുത്തുകൊണ്ട് തരാം. അല്ലെങ്കിൽ എനിക്ക് സ്വർണ്ണക്കടക്കാരൻ അടുത്ത ആഴ്ചയിൽ വരും. ഞാൻ എന്തോ ചെയ്യും അന്നേരം? ചേച്ചി മാല ഇപ്പം അണ്ണനോട് ചോദിക്കാതെ എങ്ങനെയാ? സാരമില്ല, എന്നാ ചേച്ചി കൊണ്ടുപോക്കോ. മോളെ, അണ്ണൻ ചോദിക്കുവാന്നെ ഞാൻ ഇതേപോലെ ഒരു ഗോൾഡ് കവറിങ് മേടിച്ച് കയ്യിൽ ഇട്ടോളാം. ചേച്ചിയുടെ ആവശ്യം നടക്കട്ടെ. അന്നേരം നിങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രശ്നം ഉണ്ടാവും? ഒന്നുമില്ല ചേച്ചി. പൈസ നമുക്ക് ആവശ്യത്തിനല്ലേ വേണ്ടുന്നത്. ചേച്ചിയുടെ ആവശ്യം നടക്കട്ടെ ചേച്ചി. നാരങ്ങായും
ഈ കവറും എല്ലാം കൊണ്ടുവന്നില്ല. അതൊന്നും സാരമില്ല, എനിക്ക് വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പൊ വിഷമം ഇല്ല ചേച്ചി. ചേച്ചിയുടെ ആവശ്യം നടക്കട്ടെ. ഞാൻ ഇനി ഇത് തിരിച്ചു കൊണ്ടുപോണോ മോളെ? വേണ്ട ചേച്ചി, ഞാൻ എടുത്തോളാം. അത് പന്നലൊന്നും ചേച്ചി പൈസ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നയാ കേട്ടോ. അതിലത്തെ ഫ്രിഡ്ജിലൂടെ മോളെ കൊണ്ട് വെച്ചിരുന്നത്. സാരമില്ല ചേച്ചി, സാരമില്ല ചേച്ചി, വിഷമിക്കണ്ട ചേച്ചി. പൈസ വേണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ചേച്ചിയുടെ പൈസ തന്നേനെ കേട്ടോ. വേണ്ട മോളെ, എനിക്ക് ഇത് വലിയ ഉപകാരമാണ്. ചേച്ചി ഇത് കൊണ്ടുപോ. ചേച്ചിയുടെ ഈ പൈസ ഉള്ളപ്പോ തിരിച്ചു തന്നാ മതി. പുള്ളിക്കാരൻ അറിയാതെ ഞാൻ നോക്കിക്കോളാം. ഞാനൊരു ഗോൾഡ് കവറിങ്ങിന്റെ എങ്ങാണ് മേടിച്ച് കഴുത്തിലിട്ടോളാം. ചേച്ചി കൊണ്ടുപോയി ചേച്ചിയുടെ ആവശ്യം നടക്കട്ടെ. ഇല്ല ചേച്ചി, ഇല്ല കുഴപ്പമൊന്നുമില്ല. പുള്ളി ഇങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല ചേച്ചി. ഞാൻ ചീത്തവാ, ഞാൻ ഒത്തിരി വള്ളു പറഞ്ഞില്ലയോ. സാരമില്ല ചേച്ചി, സാരമില്ല. ചേച്ചിയുടെ വിഷമം കൊണ്ടല്ലേ. സാരമില്ല ചേച്ചി. ചേച്ചി വീണ്ടും വരണേ. ചേച്ചിയുടെ വീട്ടിൽ എന്തേലും ആവശ്യമുണ്ടേ എന്നോട് പറയണം, ഞാൻ ഉറപ്പായിട്ടും വരും. ചേച്ചി വീണ്ടും വരണം കേട്ടോ. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇത് ഞാൻ കൊണ്ടുചെന്ന് എന്റെ മോനെ, മരുമോളെ, പിന്നെ മൂത്ത മോളെ എല്ലാം കാണിച്ച് നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ ഇത് പണയം വെക്കൂ. മനുഷ്യന്റെ കാര്യമല്ലേ മോളെ, എന്തേലും വന്നു പോയാ നിനക്കിത് വേണ്ടേ? ഞാൻ അവരെ എല്ലാം ഞാന് ബോധ്യപ്പെടുത്തി തന്നെ വെച്ചോളാം. 2 മാസത്തിനകത്ത് വെച്ച് എടുത്തു തരാം കേട്ടോ. അത് മതി. ഒരു പക്ഷെ 2 മാസം എന്ന് പറയുന്ന 1 മാസം കൂടെ ആയാലും ഇല്ല ചേച്ചി, ഞാനെന്തായാലും ചേച്ചിയുടെ കണക്ക് വന്ന് ചീത്തയൊന്നും വിളിക്കത്തില്ല. ഇല്ല ചേച്ചി, സാരമില്ല. പൈസ സാരമില്ല. ചേച്ചി ചായ കൂടി.